എന്റെ പുത്തു റസൂൽ ഇത് എന്നെ കാണാൻ ഇഷ്ടപ്പെടുമോ? ഒരു പെണ്ണിന്റെ ഫോട്ടോ ഏതെങ്കിലും അന്യ പെണ്ണുങ്ങളുടെ മലേഷ്യയിലെങ്ങാനും ആക്സിഡന്റായി എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുന്ന മനുഷ്യന്മാർ, ഞരമ്പ് രോഗികൾ മുഴുവനും എടുത്ത് പരസ്പരം പാസ് ചെയ്തിരിക്കാൻ, ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയ മനുഷ്യന്മാർ മുഴുവനും ഫോട്ടോ എടുത്ത് വിട്ടിരിക്കാൻ. എന്നിട്ടത് കണ്ട് നീ രസിച്ചില്ലേ? നിന്റെ കണ്ണുകൊണ്ട് ചെയ്ത ആ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്തു മടങ്ങിക്കോ. ഒരു വീടിന്റെ ഉള്ളിലേക്ക് നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ശർആണ്. നിന്റെ സ്ക്രീനിൽ നീ ഒരാളെയും പേടിക്കാതെ എമ്പാടും നോക്കി ആസ്വദിച്ചതെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തു മടങ്ങിക്കോ മുഅ്മിനേ. ഗുരുതരമായ തെറ്റാണ് നീ ചെയ്തത്. വൽ ഐനാനി തസ്നിയാനി, കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. വസിനാഹുമൻ നദറു, കണ്ണിന്റെ വ്യഭിചാരം നിന്റെ നോട്ടമാണ് എന്ന് വിശുദ്ധ റസൂലുള്ളാഹ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളിൽ ആരാണ് ഇവിടെ വ്യഭിചരിക്കാത്തവർ? ഞാൻ ചോദിക്കട്ടെ, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം നടക്കാത്തതാർക്ക്? കാതുകൊണ്ടുള്ള വ്യഭിചാരം നടക്കാത്തതാർക്ക്? എന്താ ന്യൂസുകളൊക്കെ, എന്താ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? മോശമായ പദപ്രയോഗങ്ങൾ, വ്യഭിചാരത്തിന്റെ പച്ചയായ കഥകൾ, ജീവിതത്തിന്റെ സ്വകാര്യതകളെ സംബന്ധിച്ചുള്ള പരസ്യമായ വെളിപ്പെടുത്തലുകൾ. ഇതൊക്കെ നടക്കുമ്പോ മുസ്ലിമേ, നമുക്കിത് പാടില്ല മുസ്ലിമേ. ഇത് ഏറ്റെടുക്കാനോ ഫോർവേഡ് ചെയ്യാനോ ആർക്കെങ്കിലും എത്തിച്ചു കൊടുക്കാനോ ഗ്രൂപ്പ് ടെക്സ്റ്റ് ചെയ്യാനോ നിനക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഹത്താ തസ്തഅ്ദിനൂ, ഒരു മുസ്ലിമിന്റെ സ്വകാര്യതയിലേക്ക് കടക്കണമെങ്കിൽ പോലും അവന്റെ വീടിന്റെ വാതിലിലൂടെ വന്ന് സമ്മതം ചോദിക്കാതെ പാടില്ലെന്ന് പറഞ്ഞ് ശർആണ്. എന്നിട്ട് നമ്മുടെ സ്ക്രീനുകളിൽ ഇഷ്ടം പോലെ കാണുകയോ, നാം കാണുന്ന സീരിയലുകളിൽ, സിനിമകളിൽ ഈ ആഭാസമല്ലേ കാണുന്നത്? ഇതൊക്കെ നിസ്സാരമാക്കി തള്ളാൻ പറ്റുമോ? ഒരു മനുഷ്യൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നത് ദുഹർ നിസ്കരിച്ചു, പിന്നെ അസ്ർ, പിന്നെ മഗ്രിബ്, പിന്നെ ഇശാ. നിന്റെ കണ്ണുകൊണ്ട് ചെയ്തു കൂട്ടിയ തെറ്റുകൾ എത്രയാണ്? നിന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ച തെറ്റുകൾ എത്രയാണ്? ഈ തെറ്റുകളൊക്കെ പൊറുപ്പിക്കാനായിട്ടുണ്ടോ നിന്റെ 5 നേരത്തെ നിസ്കാരം? ആലോചിച്ചു നോക്കി. മുഅ്മിനീങ്ങൾ ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. മുഅ്മിനീങ്ങളോട് കണ്ണു ചിമ്മാൻ പറഞ്ഞു അല്ലാഹു. ആണും പെണ്ണും കണ്ണു ചിമ്മിക്കോ. അന്യ ആളുകളെ കാണേണ്ടി വരുമ്പോ കണ്ണു ചിമ്മിക്കോ. അതാ നമ്മൾ പറഞ്ഞത്. 30 വർഷമായി മഹാനായ ഹാത്തമുൽ അസമിന്റെ വീട്ടിലേക്ക് പോയ ശഖീഖുൽ ബൽഖി 30 കൊല്ലമായി അറിഞ്ഞിട്ടില്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആണായിരുന്നോ പെണ്ണായിരുന്നോ എന്ന്. പക്ഷെ ഒരു ശിഷ്യനാ പറഞ്ഞത്, പെണ്ണുങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ശരിയായില്ലല്ലോ ഉസ്താദേ. ഞാനത് അറിഞ്ഞിട്ടില്ലല്ലോ, ആണോ പെണ്ണൊന്നു പോലും ഞാൻ നോക്കിയിട്ടില്ല. ഈ മഹാനുഭാവന്റെ ഹാത്തമുൽ അസമിന്റെ വീട്ടിലേക്ക് 30 വർഷമായി കടന്നു വന്ന മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു അന്നൊരിക്കൽ വീടിന്റെ വാതിൽ മുട്ടുമ്പോ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഹാത്തമുൽ അസം ചോദിച്ചു വീട്ടുകാരോട്, ആ വാതിലൊന്ന് തുറന്നു നോക്കിൻ, ആരാണ് അവിടെ വന്നതെന്ന്, ആരാണ് വന്നതെന്ന് നോക്കിൻ, ഒന്ന് വാതിൽക്ക് നോക്കിൻ, ആരാ വന്നത്? വീട്ടുകാര് വാതിലിന്റെ പഴുതിലൂടെ നോക്കുമ്പോൾ അത് മഹാനായ ശഖീഖുൽ ബൽഖിയാണ്. അവര് പറഞ്ഞു, സാഹിബുകൽ അഅമാ, നിങ്ങളുടെ കണ്ണ് കാണാത്ത അന്ധനായ സുഹൃത്തില്ലേ, ആ സുഹൃത്താണ് വന്നത്. 30 വർഷമായി വീട്ടിൽ വരുന്നൊരു സുഹൃത്തിനെ കുറിച്ച് വീട്ടുകാര് മനസ്സിലാക്കിയത് അഅമാ, കണ്ണ് കാണാത്ത ആൾ. എന്തേ? വീട്ടിന്റെ പെണ്ണുങ്ങളോട് അവൻ സംസാരിച്ചിട്ടില്ല, വീട്ടിലെ പെണ്ണുങ്ങളോട് അവരുടെ മുഖത്തേക്ക് നോക്കിയില്ല. മഹാനായ ശഖീഖുൽ ബൽഖി, മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ്. വീട്ടുകാര് വിചാരിച്ചു കണ്ണു കാണാത്ത ആളാണെന്ന്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് നടന്നു പോകുന്ന ഘട്ടമുണ്ടായപ്പോ അവിടെ താഴേക്ക് നോക്കി കണ്ണു ചിമ്മി നടന്നിട്ട് കാണുന്നവരെ വിചാരിച്ചു അന്ധനാണെന്ന്. അവർ അല്ലാഹുവോട് കാവൽ ചോദിച്ചു, മിനൽ അമാ, റബ്ബേ ഒരു കണ്ണുപൊട്ടനെ നീ ഉണ്ടാക്കിയ പോലെ ഞങ്ങളുടെ കണ്ണുകളെ പൊട്ടിച്ചു കളയല്ല റബ്ബേ. ഇത് കണ്ണുപൊട്ടനായിരുന്നില്ല, അത് അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അവൻ എന്നെ നോക്കുന്നുണ്ട്, അവൻ എന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ് എന്ന് വിശ്വസിച്ച 1-ാം നമ്പർ മുഅ്മിനായിരുന്നു അത്. കാണുന്നവർ വിചാരിച്ചു അന്ധനാണ് എന്ന്. ഇതൊക്കെയാണ് അല്ലാഹുവിന്റെ ദീൻ. നമ്മളും പറയും മുത്തഖീങ്ങളാ, തഖുല്ലാഹ് ഇബാദല്ലാഹ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തു. നമ്മൾ എന്ത് തഖ്വയാ മനസ്സിലാക്കിയത്? എന്താ നമ്മുടെ ജീവിതത്തിലെ സൂക്ഷ്മത? എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഖുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് പറയണം, യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും,
ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. നിങ്ങൾ ചെയ്യുന്നതൊക്കെ അല്ലാഹു അറിയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുന്നത് അല്ലാഹു അറിയുന്നുണ്ട്. കണ്ണുകൾ ചിമ്മണം, ശരീരത്തെ സൂക്ഷിക്കണം. കണ്ണ് ചിമ്മാതെ ശരീരത്തെ സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ വാക്കുകൾ. ആദ്യം പറഞ്ഞത് വ്യഭിചരിക്കരുത് എന്നല്ല, ആദ്യം പറഞ്ഞത് കണ്ണ് ചിമ്മ്, പിന്നെ പറഞ്ഞു വ്യഭിചരിക്കല്ല. കണ്ണ് ചിമ്മാത്തവന് വ്യഭിചരിക്കാതിരിക്കാൻ പറ്റൂല. കണ്ണിലൂടെയാണ് തിന്മ ഹൃദയത്തിലേക്ക് വരുന്നത്. കണ്ണിനെ സൂക്ഷിക്കാത്തവന് അതിനപ്പുറത്തേക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. കോളേജിൽ പഠിക്കുന്ന കുട്ടി നിന്റെ സഹപാഠിയാണെന്ന് പറഞ്ഞ് നിനക്ക് വർത്തമാനം പറയാൻ പറ്റില്ല മോളെ. നീ പഠിക്കാൻ പോകുന്നത് പഠിച്ചിട്ട് വീട്ടിലേക്ക് അച്ചടക്കത്തോടെ തിരിച്ചു വന്നേക്കണം. കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ പഠിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ള മറ്റു പെൺകുട്ടികളോട് നിങ്ങൾക്ക് സംസാരിക്കൽ ഹറാമാണ്. നിങ്ങൾക്കത് ഹറാമാണ്, ഗുരുതരമായ തെറ്റാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. ഇതാരും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോ, തെറ്റാണ് നിങ്ങളാ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം സ്കൂളിൽ പോയി വരുമ്പോഴേക്കും കോളേജിൽ പോയി വരുമ്പോഴേക്കും എത്ര തെറ്റുകളുടെ പാപത്തിന്റെ ഭാരവുമായിട്ടാണാവോ നമ്മൾ തിരിച്ചു വരുന്നത്. ലാ യഖ്ലുവന്ന അഹദുക്കും ബിംറഅ. നിങ്ങളാരും ഒരു അന്യ പെണ്ണിന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, ഒറ്റക്കാവാൻ പാടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഅൻ യുസാഹിമ അഹദുക്കും ഖിൻസീറൻ മുതലത്തിഖൻ ബിഹമഅത്തിൻ ഖൈറുൻ ലഹു മിൻ അൻ യുസാഹിമ ഇംറഅതൻ ലാ തഹില്ലു ലഹു. അപ്പോ വിഷയങ്ങൾ അങ്ങനെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അങ്ങ് വീടെന്ന് പറഞ്ഞ സ്വകാര്യതകളാണ്. അതുകൊണ്ട് ഒരാളുടെ ഇമെയിൽ ഹൈജാക്ക് ചെയ്യരുതെന്ന് പറയാൻ കാരണം, ഒരാളുടെ ഫേസ്ബുക്ക് പേജ് നമ്മൾ അറ്റാക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ അതിൽ കയറിയിട്ട് എന്തെങ്കിലും അതിനെ ഫ്രോഡായി ഉപയോഗിക്കരുത്. ഒരു മനുഷ്യന്റെ സ്വകാര്യതകളാണ്. സ്വകാര്യതകൾ ഒരു മനുഷ്യന്റെ പെർമിഷനില്ലാതെ കടക്കാൻ പാടില്ല. ഇന്നാകെ സ്വകാര്യതകൾ മുറിച്ചു കടക്കുന്ന കാലമാണ്. ഒരു മനുഷ്യന്റെ ഐബ നോക്കി നടക്കുന്നത്. എത്ര നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടാവും, എന്നാലൊരു കുഴപ്പം പറഞ്ഞിട്ടില്ലല്ലോ, അല്ല സങ്കടം. ഒരു കുഴപ്പം കിട്ടാൻ നമ്മൾ ആലോചിച്ച് നടക്കുന്നത്. എത്രയോ നന്മ ചെയ്യുന്ന മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ച് ആദ്യം കിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ എന്ന് മുസ്ലിമീങ്ങൾ ചെയ്തുകൂടാ. സ്വകാര്യതകൾ അന്വേഷിച്ച് നടക്കാൻ, സമൂഹത്തിലെ മോശപ്പെട്ടത് മാത്രം എടുത്തിട്ട് എന്തോ ഒരു ഫോട്ടോഷോപ്പോ മൂവി മേക്കറോ പഠിച്ചിട്ട് അവൻ നടക്കാൻ, ലോകാലോകം മുഴുവനും ഫിത്ന പരത്താൻ. ആർക്ക് വേണമടോ ഇത്? നീ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന്റെ അനന്തരഫലം ആയിരക്കണക്കിന് ആളുകൾ ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്താൽ അതിന്റെയൊക്കെ കുറ്റം നിന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഖിയാമത്ത് നാൾ വരെ ഫോർവേഡ് ചെയ്ത് പോകുന്ന പോക്കുകൾ നിന്റെ അക്കൗണ്ടിലേക്കാണ് അതിന്റെ ശിക്ഷകൾ. മനസ്സിലാക്കണം. പഴയകാലത്തെ പോലെയല്ല ഇന്നത്തെ കാലം. തെറ്റുകളും കൂടി കൂടി വരിക. ഒറ്റ പോസ്റ്റിംഗ് മതി, എത്ര വ്യൂവേഴ്സ്, എത്ര ലൈക്കോ ഡിസ്ലൈക്കോ, നിനക്കതിന്റെ ശിക്ഷയും കൂലിയും. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. മനുഷ്യന്റെ സ്വകാര്യതകൾ പിച്ചിച്ചീന്തല്ലേ. കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണേ. ഇയ്യാക്കും വദ്ദുഖൂല അലൻ നിസാ. നിങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് കയറി ചെല്ലരുത്, അന്യ പെണ്ണുങ്ങളിലേക്ക് നിങ്ങൾ കയറി ചെല്ലരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ലാ യുസാഹിമ അഹദുക്കും ഖിൻസീറൻ മുതലത്തിഖൻ ബിഹമഅത്തിൻ ഖൈറുൻ ലഹു മിൻ അൻ യുസാഹിമ ഇംറഅതൻ ലാ തഹില്ലു ലഹു. തനിക്ക് ഹലാലല്ലാത്തൊരു പെണ്ണിനോട് തോളുകൊണ്ട് ഉരസി നടക്കുന്നതിനേക്കാളും നല്ലത് നാറുന്ന ചളിയിൽ മുങ്ങിക്കുളിച്ച ഒരു പന്നിയെ പോയി ഉരതലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയ്യാകും വൽ ഖൽവ. നിങ്ങൾ ഒറ്റക്കാവരുത് ഒരു അന്യ പെണ്ണിന്റെ കൂടെ. ഇതൊക്കെ ചെയ്യാത്തതിന്റെ ഫലം നമ്മുടെ വീടിന്റെ ഉള്ളറകളിൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത എത്രയോ വ്യഭിചാരത്തിന്റെ കഥകൾ നടന്നത് ഈ ഹദീസുകൾ പാലിക്കാത്തതിന്റെ പേരിലല്ലേ? അല്ലേ? അതുകൊണ്ടല്ലേ ഇതൊക്കെ നടന്നത്. കാണാൻ പറ്റുന്നവർ ആരൊക്കെയാണ്, ആരോടൊക്കെയാണ് സംസാരിക്കാൻ പറ്റുക? എന്താ ഫുഖഹാ പഠിപ്പിക്കുന്നത്? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ആണായ ഒരു ഉസ്താദ് ഒറ്റയ്ക്കൊരു ക്ലാസ് റൂമിൽ ആരാരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന ഇരുത്തം ഹറാമാണ്, ഖൽവത്ത് ഹറാമാണ്. ഖുർആൻ പഠിപ്പിക്കല്ലേ? ആയിക്കോട്ടെ, ഇത് മനുഷ്യനല്ലേ, ഉസ്താദും മനുഷ്യനല്ലേ, ഈ പെണ്ണും മനുഷ്യനല്ലേ. മാ ഖലാ റജുലുൻ ബിഇംറഅത്തിൻ ഇല്ലാ വകാന സാലിസുഹുമ ശൈത്വാൻ. ഒരന്യ പെണ്ണിന്റെ കൂടെ ഒരന്യ പുരുഷനായാൽ മൂന്നാമതവിടെ പിശാച് വരുമെന്ന് റസൂലുള്ളാഹി.
മറ്റില്ലല്ലോ ഹറാമാ. ഖുർആന് പോലും പഠിപ്പിക്കൽ ഹറാമാണ്. എപ്പോ ഒരന്യ പെണ്ണിന്റെ കൂടെ ഒറ്റയ്ക്ക്, അല്ലേ? ടീച്ചർ വന്ന് ട്യൂഷൻ എടുക്കുന്നുണ്ട് കുട്ടിക്ക്, ആണും പെണ്ണുമുള്ള ടീച്ചറാണ്, സ്റ്റുഡന്റ് പെണ്ണ് അല്ലെങ്കിൽ ടീച്ചർ പെണ്ണ്, സ്റ്റുഡന്റ് ആണ്, പ്രായപൂർത്തിയായവർ ഒറ്റയ്ക്കിരിക്കുന്നത് ഹറാമാണ്, കുറ്റകരമാണ്. ആരെങ്കിലും സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾക്കുണ്ട്. എന്താണ് ഈ പുറത്തേക്ക് നടക്കുമ്പോൾ മാത്രമേ ഒരുങ്ങിന്റെ സൈക്കോളജി എന്താണ് എനിക്ക് മനസ്സിലാവണില്ല. വീട്ടിലൊക്കെ മുഷിഞ്ഞിട്ടും നാറിയിട്ടും സുഗന്ധവും ഉപയോഗിക്കാതെ, വീട്ടിലിടയ്ക്ക് നീ സുഗന്ധം ഉപയോഗിക്കുക, വീട്ടിൽ നീ നല്ല നിലക്ക് ജീവിക്കുക, നിന്റെ ഭർത്താവിന് ആശ്വാസം സ്നേഹവും പകരുന്ന രീതിയിൽ പെരുമാറ്. എന്നാ പിന്നെ കല്യാണമാണ്, എന്നാ പിന്നെ ഒരുങ്ങി ചെത്തി പൊളിച്ച് എന്താ നടത്തം. നിങ്ങളുടെ പാട്ട് പാടുന്നുണ്ട്, കാസർകോട്ടെ പെണ്ണുങ്ങളെ കണ്ടുക്കണോ, തലശ്ശേരിത്തെ കണ്ടുക്കണോ, മാഹിത്തെ കണ്ടുക്കണോ, എന്താ ഈ നടക്കണത് കണ്ടില്ലേ? നമ്മളൊക്കെ ഇങ്ങനെയാണ്. നിന്റെ ലക്ഷ്യം എന്താ? നീ ആർക്കാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത്? എന്നെ നീ എടുത്തോ, ഞാൻ നാട്ടുകാർക്കുള്ള ആളാണ്, ഞാൻ വീട്ടുകാർക്കുള്ളതല്ല. അതല്ലേ പറഞ്ഞിട്ട് മലയാളം നേരെ അർത്ഥപ്പതല്ലേ. ഞാൻ ഒരുങ്ങണത് നിങ്ങൾക്കാട്ടോ, നാട്ടുകാരെ നോക്കിക്ക് കേട്ടോ. പിന്നെ ഞാൻ ഒരുങ്ങണത് നിന്റെ ഭർത്താവിനും വീട്ടുകാർക്കൊന്നല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആമല്ലേ. ഏതെങ്കിലും ഒരു പെണ്ണ് അത്തർ പൂശി പുറത്തിറങ്ങിയാൽ അവൾ വ്യഭിചാരിണിയാണെന്ന് റസൂലുള്ളാഹി അട്രാക്ട് ചെയ്യാൻ നല്ല ശബ്ദമൊക്കെ നല്ല മെച്ചപ്പെടുത്തി എന്തൊരു സ്നേഹത്തിലും മയത്തിലും അന്യ ആണുങ്ങളോടും അന്യ പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും. ഹറാമല്ലേ മുഅ്മിനെ, ഹറാമാണ്, ഹറാമ. കല്യാണം കഴിക്കുന്നവരെ വെയിറ്റ് ചെയ്യ്. അതിന് നിനക്ക് പറ്റുന്നില്ലേ? നീ നോമ്പ് നോറ്റോ. നിന്റെ വികാരം നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ലല്ലേ? നിക്കാഹ് ചെയ്യണവരെ, നിനക്ക് മഹർ കൊടുത്ത് ചെലവ് പുലർത്താൻ പറ്റുന്നവരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ? നോമ്പ് നോൽക്ക്. നിന്റെ ശരീരത്തെ അടക്കിപ്പിടുത്താൻ അത് നിന്നെ സഹായിക്കുന്ന. സുബ്ഹാനല്ലാഹ്. يا نساء النبي لستن كأحد من النساء. أشد القرآن. يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض. നോക്കണം, പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖിനോട് പഠിപ്പിക്കുകയാണ് നബിയേ. അവിടുത്തെ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം നബിയേ. എന്ത്? അങ്ങ് പുരയിലില്ലാത്ത നേരത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്ക് സഹോദരാ സഹോദരി, സ്നേഹം കൊണ്ട് പറഞ്ഞു തരാൻ. ഓർമ്മ ഇല്ലാത്തത് കൊണ്ടോ മറന്നുപോയത് കൊണ്ടോ ആണെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഫദക്കിർ, ഓർമ്മപ്പെടുത്തിയാൽ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുമല്ലോ. ഫദക്കിർ ഫഇന്ന الذിക്റാ തൻഫഉൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു നബിയെ, അങ്ങയുടെ പെണ്ണുങ്ങളോട് പറയണം, അങ്ങ് പുരയിലില്ലാത്ത നേരത്ത്, അങ്ങ് പുരയിലില്ലാത്ത നേരത്ത് അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് വല്ലതും ചോദിച്ചാൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ ചെയ്യേണ്ടതെന്താ? ഫലാ തഖ്ളഅന ബിൽ ഖൗലി, അവർ സംസാരം മയപ്പെടുത്തി സംസാരിക്കരുത്. പാപ്പയുടെ, ഭർത്താവിടെ, മൊമഞ്ഞവിടെ, അന്തരമാ കുഞ്ഞവിടെ എന്നൊക്കെ ചോദിക്കണ നേരത്ത് നീ കഥ പറയാൻ നിൽക്കണ്ട, ഇവിടെ ഇല്ല, പുറത്തുപോയി. കുറച്ച് ശബ്ദം കനപ്പെടുത്തി സംസാരിക്കണം. ഒന്ന് റഫായിട്ട് പറഞ്ഞ മോളെ. അള്ളാഹു പറയുന്നത്, നിന്റെ ഭർത്താവിനെ ചോദിച്ച് അന്യൊരാൾ വീട്ടിലേക്ക് വന്ന് ചോദിക്കുമ്പോ നീ നിന്റെ കിളിക്കൂറ്റെടുക്കണ്ട. നീ സംസാരിക്കേണ്ടത് ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, do not speak softly. എങ്ങനെ? നീ റഫായിട്ട് സംസാരിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇപ്പൊ നടക്കണതോ, ഭർത്താവ് ചോദിക്കുകയാണെങ്കിൽ കുരച്ച് ചാടിയിട്ട്, പുറത്തുള്ള മരണം ചോദിക്കുകയാണെങ്കിൽ യാ അല്ലാഹ് എന്നെ പിടിച്ച് കെട്ടിക്കൊണ്ടേക്കുമോ എന്നുള്ള വർത്തമാനം പെണ്ണ്. സുബ്ഹാനല്ലാഹ്. നേരെ ഓപ്പോസിറ്റ്. അല്ലാഹ് പറഞ്ഞത് എന്താ? ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ളവൻ കാണും സമൂഹത്തിൽ. പെണ്ണുങ്ങളെ പിന്നാലെ മണം പിടിച്ചു നടക്കുന്നവരുണ്ടാവും. അങ്ങനെ ഹൃദയത്തിന് അസുഖമുള്ളവൻ നിന്റെ കിളിക്കൂറ്റ് കണ്ടാൽ നിന്നിൽ ഹറാം ആഗ്രഹിക്കാൻ തുടങ്ങും. അതില്ലാതിരിക്കാൻ ശബ്ദം കനപ്പിച്ച് വർത്തമാനം പറയണേ. നിന്റെ വീട്ടുകാര് പുരയിലില്ലാത്ത നേരത്ത് എല്ലാവരും ഒന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ നടക്കുന്നത്? നല്ല കിളിക്കൂറ്റിൽ എന്തിന്? വല്ല അസുഖം ഉണ്ടെങ്കിൽ പുറത്ത് വരട്ടെ. സുബ്ഹാനല്ലാഹ്. നേരെ ഓപ്പോസിറ്റ്. അള്ളാഹു പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി എന്താ പറയാ?
അള്ള പറഞ്ഞു, ഈ ഹൃദയത്തിന് അസുഖമുള്ളവന് നിന്നിൽ ഹറാം ആഗ്രഹിക്കും കേട്ടോ. അങ്ങനെ അസുഖമുള്ളവരോട്ട് വരട്ടെ എന്ന്, ആ അസുഖങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടി അവരോട് എന്തായാലും കുടിക്കാൻ എടുക്കട്ടെ, പത്തിനും കറി എടുക്കട്ടെ. പടച്ചോനെ പൊന്നാര പെണ്ണെ, നിനക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? وَلِمَنْ خَافَ مَقَامَ رَبِّهِ جَنَّتَانِ. അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി എന്റെ റബ്ബിനോട് അനുവദിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് പിന്മാറുന്നവൻ, തിന്മയിൽ നിന്ന് പിന്മാറുന്നവൻ, ഇവർക്കാണ് സ്വർഗം. ഒന്നല്ല, രണ്ട് ജന്നതാൻ. യൂസുഫ് അലൈഹിസ്സലാമിനെ പോലെ ഉമർ തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദി ജഅല ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ അല്ലാഹു ഉണ്ടാക്കിയല്ലോ റജുലൻ വാഹിദൻ മിസ്ല യൂസുഫ്, യൂസുഫ് നബിയെ പോലത്തെ ഒരാളെങ്കിലും ഈ ദീനിൽ അല്ലാഹു ഉണ്ടാക്കിയല്ലോ. അൽഹംദുലില്ലാഹ്. ഇങ്ങനത്തെ ചെറുപ്പക്കാരികളാണ് നമുക്ക് വേണ്ടത്. ഹറാമിലേക്ക് വിളിക്കുമ്പോ ഞാൻ ഇല്ല മോളെ, ചെറുപ്പക്കാരെ ഇന്ന് നീ ഡിലീറ്റ് ചെയ്തോ നിന്റെ കോണ്ടാക്ട്സുകൾ, ഇന്ന് നീ നിന്റെ ഫ്രണ്ട്സിനെ അൺഫ്രണ്ട്ലി. അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിനെ വിചാരിച്ചു. പെണ്ണെ, സ്നേഹമൊക്കെ സ്നേഹമാണ്, പക്ഷേ നമുക്കത് പാടില്ല പെണ്ണെ, ഞാൻ മടങ്ങാണ്, തൗബ ചെയ്ത് ഇന്ന് നാളെ നിന്റെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ശരിയാക്കിക്കോ. നിന്റെ കിതാബുണ്ടല്ലോ, ഫേസ്ബുക്കിൽ തന്നെ കിതാബ്, ആ കിതാബ് നാളൊന്ന് അപ്ഡേറ്റ് ചെയ്തോ. എന്ത് നിനക്ക് പാടില്ലാത്തവർ നിന്റെ ഫ്രണ്ടായിട്ട് ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഓൺ എയറിലോ ഓഫ് എയറിലോ ഇതൊന്നും പറ്റില്ല. അള്ളാഹു അനുവദിച്ചിട്ടില്ല. ചെറുപ്പക്കാർ അച്ചടക്കം പാലിച്ച് ജീവിക്കുക, പെണ്ണുങ്ങൾ അച്ചടക്കം പാലിച്ച് ജീവിക്കുക. സൂറത്തുൻ നൂർ പഠിക്കുക, ഖുർആന്റെ തഫ്സീറാണ് പഠിക്കുക. അതിന്റെ സീഡികളും കാസറ്റുകളൊക്കെ എന്തെങ്കിലും എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ വാങ്ങിച്ചോളൂ, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തില്ലല്ലേ, സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.